നമസ്കാരം. ഹൗ ഓൾഡ് ആർ യുവിന്റെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം കഥ പറയാനുള്ളത് വിജയശ്രീയാണ്. കേൾക്കാമാ കഥകൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജയശ്രീ. മലപ്പുറം സ്വദേശിയാണ്. ഇന്ന് എൻ്റെ കുട്ടിക്കാലത്തെ കത്തോർമ്മകളെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. കത്ത് എഴുതാത്തവരും വായിക്കാത്തവരും കുറവായിരിക്കും. ആ ഗൃഹാതുരത്വമുള്ള ഓർമ്മകളിലേക്ക് നമുക്കൊന്നു പോകാം. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 5 മക്കളായിരുന്നു. അച്ഛൻ റെയിൽവേയിലെ സെൻട്രൽ റെയിൽവേ, അതായത് ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അച്ഛൻ്റെ കൂടെയായിരുന്നു അമ്മയും. സ്കൂൾ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ ഞങ്ങൾ നാട്ടിലെ അച്ചമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് സ്കൂൾ ചേർക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അച്ചമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ്. അതുകൊണ്ടുതന്നെ 1-ാം ക്ലാസ്സിലെ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ഏത്തനോ ചേച്ചിയോ എഴുതുന്ന കത്തിലെ അവസാനത്തെ വരിയിലെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ വരെ അച്ചമ്മ ആ കത്തിൽ എഴുതിക്കുമായിരുന്നു. പിന്നെ 2-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചുകൂടെ അക്ഷരങ്ങളൊക്കെ പഠിക്കുമ്പോൾ അച്ചമ്മ ഓരോ വരികളായിട്ട് പറഞ്ഞു തരും. അന്ന് ഇങ്ങനെയാണ് കത്ത് തുടങ്ങുന്നത്: പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും സ്നേഹം നിറഞ്ഞ വിജയ എഴുതുന്നത്. ഒരു പോസ്റ്റ് കവറിലായിരിക്കും കത്തയക്കുക. അതിൽ ഞങ്ങൾ 5 മക്കളുടെയും കത്ത് ഉണ്ടായിരിക്കും. ഓരോ പേപ്പറിൽ ഓരോരുത്തരും എഴുതിയത് അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്ന കത്തുകളായിരിക്കും എഴുതുന്നത്. ഓരോ ദിവസത്തെയും വിശേഷങ്ങളും. അവസാനം എന്ന് സ്വന്തം വിജയ എന്നായിരിക്കും അവസാനത്തെ ലൈൻ. മാസത്തിൽ 2 തവണയൊക്കെ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും കത്തെഴുതാമായിരുന്നു. അച്ഛൻ ഇത്തിരി കണിശക്കാരനായതുകൊണ്ട് അച്ഛനെ കത്തിൽ വല്ലാണ്ട് പ്രതിപാദിക്കില്ല. അമ്മയെ വല്ലാതെ മിസ് ചെയ്യുമായിരുന്നു. അച്ഛനും അമ്മയും നാട്ടിലില്ലെങ്കിലും അച്ഛമ്മയുടെ ശിക്ഷണം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ വല്ലാതെ ഓർമ്മ വരും. പിന്നെ കത്തിലെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ സുഖം, അതുപോലെ അവിടെ അമ്മയ്ക്കും സുഖം എന്ന് വിചാരിക്കുന്നു. പ്രധാനമായിട്ടും ഞങ്ങളിൽ നിന്ന് അച്ഛൻ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് എക്സാമിൻ്റെ മാർക്കുകളുടെ ലിസ്റ്റായിരിക്കും. അതുകൊണ്ടുതന്നെ അച്ഛൻ്റെ സുഖവിവരൊന്നും അന്വേഷിക്കാൻ പതിവില്ല. മാർക്കുകളുടെ ലിസ്റ്റാണ് അതിലെഴുതുന്നത്. മാർക്കെങ്ങാനും കുറഞ്ഞു പോയാലും അതിൻ്റെ മറുപടി കത്തിൽ അതിനൊന്നും അച്ഛൻ കൂടുതൽ പറയാറില്ല. അതൊക്കെ ലീവിൽ വരുമ്പോഴാണ് ബാക്കി തീർക്കാറുള്ളത്. അച്ഛൻ ലീവിൽ വരുമ്പോഴാണ് ഞങ്ങളെ കണക്ക് പഠിപ്പിക്കുന്നതും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതും. അച്ഛൻ്റെ ലീവുകളൊക്കെ മക്കൾക്ക് കണക്ക് പഠിച്ചും ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിച്ചും തീർന്നു പോകും. ഓരോ വർഷവും സ്കൂൾ വേനലവധിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകുന്ന വലിയ ആവേശത്തിലായിരിക്കും. പക്ഷേ അച്ഛൻ്റെ അടുത്തേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. കാരണം അവിടെ ചെന്നാൽ എല്ലാ ദിവസവും ഗുണനപ്പട്ടിക പഠിക്കൽ, ഇംഗ്ലീഷ് വാക്കുകളുടെ സ്പെല്ലിംഗ് പഠിപ്പിക്കൽ, ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കൽ, ഇതൊക്കെമായിട്ട് 2 മാസം അങ്ങോട്ട് തീർന്നു പോകും. കളിക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. എഴുതിയും പഠിച്ചും കളിച്ചും 2 മാസം അങ്ങനെ തീർന്നു പോകും. പിന്നെ നാട്ടിലാകുമ്പോൾ അമ്മയ്ക്ക് എഴുതുന്ന കത്തിൻ്റെ മറുപടി കാത്തിരിക്കും. പലപ്പോഴും മറുപടി കത്തിൽ അമ്മ എൻ്റെ പേര് വെച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ആ കത്ത് നോക്കി ഞാൻ കരയാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ കത്തോർമ്മകൾ. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു. വിജയശ്രീയുടെ ഈ കഥ കേട്ടപ്പോൾ കുട്ടിക്കാലത്തെ ആ മനോഹരമായ ഓർമ്മകളിലേക്ക് പോകാൻ സാധിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു സോ മച്ച്.